പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ DNA ടെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ DNA ടെസ്റ്റിന് എടുത്തു വെച്ച സാമ്പിളൊക്കെ അഭി അവരറിയാതെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അക്കാര്യം ആദർശും നൈനയും കിരണും അങ്ങനെ ആരും തന്നെ അറിയുന്നില്ല കേട്ടോ. അഭി ആ ഒരു ചതി ചെയ്തത് കൊണ്ട് തന്നെ ആ DNA ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ ആദർശ് തന്നെയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് തെളിയുകയാണ് കേട്ടോ. അങ്ങനെ അഭി എല്ലാവരോടായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ആദർശ് തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള കാര്യം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും നൈനയ്ക്ക് ആദർശിനെ പൂർണ്ണ വിശ്വാസമാണ്. നൈന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ഇത് ഫേക്കാണ്, ഇതിൽ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇതിൽ ആരൊക്കെയോ ചേർന്ന് കളിച്ചിട്ടുണ്ട്, അതെനിക്കുറപ്പാ. ആദർശേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നൈന അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് കാണുന്നതും ആദർശിന് ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ആദർശം മുത്തശ്ശനോട് പറയുവാണ്, അതെ, എൻ്റെ ഭാര്യയുടെ താല്പര്യം എന്താണോ അത് തന്നെയാണ് എൻ്റെയും താല്പര്യം. അവൾക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ ഈ ലോകത്ത് മറ്റാരും എന്നെ വിശ്വസിച്ചില്ലെങ്കിലും അതെനിക്കൊരു പ്രശ്നവുമല്ല. എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് അവളല്ലേ. അവൾക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന്. എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ബഹുമാനിച്ചവരായിരുന്നു നിങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പോലും ഞാൻ സംശയത്തിൻ്റെ നിഴലിൽ ആയെങ്കിൽ നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഒരർത്ഥവുമില്ല മുത്തശ്ശ. എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോടെ ആദർശം അവിടെ നിന്നങ്ങ് കയറി പോവുകയാണ്. അഭിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഗൂഢലക്ഷ്യത്തോടെ ഇങ്ങനെ ചിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും ആദർശിനെ തന്നെ കുറ്റം പറയുവാണ്. ജലജയും ജാനകിയും ഒക്കെ പറയുന്നുണ്ട്, ഓ, അവൻ്റെ കള്ള നാടകം കണ്ടില്ലേ, ഇത്രയും നാളും എന്തൊക്കെയായിരുന്നു അവൻ്റെ പറച്ചിൽ, വലിയൊരു ആദർശവാനായിരുന്നല്ലോ അവൻ. എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാവരുടെയും മുമ്പിൽ തൊലി ഉരുകി നിൽക്കാനല്ലേ അവൻ്റെ വിധി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അവൻ്റെ ഒരു കള്ള നാടകം കണ്ടില്ലേ, അതിൽ നമ്മൾ വീഴണം അത്രയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ ജാനകിയും ജലജയും. പിന്നെ അവരവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശനോട് ചോദിക്കുകയാണേ, അതെ, ആദർശ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് തിരിച്ചു ചോദിക്കുവാണ് മുത്തശ്ശൻ. നിങ്ങൾ പറഞ്ഞ പോലെ ഡോക്ടറും ഈ റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വിശ്വാസമായിരിക്കാം, തെറ്റൊന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഇതിനിടയിൽ നയനമോൾ പറഞ്ഞതുപോലെ ഒന്ന് കണ്ണു ചിമ്മുന്ന സമയം മതി ഒരു ക്രമക്കേടുണ്ടാക്കാൻ. എഴുതി കൂട്ടി ആരെങ്കിലും വിചാരിച്ചാൽ ആ സാമ്പിൾ മാറ്റിവെക്കാൻ ഒരു നിമിഷ നേരം മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശനോട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പറയുന്ന ഈ സാധ്യത ഞാനും അംഗീകരിക്കുന്നു. ആദർശ് മനസ്സിൽ തട്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ വിശ്വാസമാണ്. ഞാനത് അവൻ്റെ മുമ്പിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ചന്തുമോൾ ഒരിക്കലും ആദർശിൻ്റെ കുഞ്ഞല്ല. എനിക്ക് വിശ്വാസമില്ലാത്തത് അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം. കാരണം ആ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അഭിയുടെ ചെറിയൊരു ഛായയുണ്ട് ആ കുട്ടിക്ക്. അത് മാത്രവുമല്ല വസുന്ധരെ, അവിടെ എന്തൊക്കെയോ നാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കേട ബന്ധുക്കളാണെന്നും പറഞ്ഞു വന്ന രണ്ട് പയ്യന്മാരെ കണ്ടാൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അവരൊന്നാം തരം ഫ്രോഡുകളാണ്. അത്ര ജെനുവിൻ ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. ഞാൻ അയൽപ്പക്കത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവളുടെ ബന്ധുക്കളെ കുറിച്ച് ആർക്കും അങ്ങനെ ഒരു അറിവില്ല. കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോഴും അവർക്കറിയില്ലെന്നാ എല്ലാവരും പറഞ്ഞത്. ഇത് മൂർത്തി സാറിന്റെ കൊച്ചുമകനാണ് എന്നുള്ള കാര്യം പോലും അവർക്ക് ആർക്കും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ ഈ പെൺകുട്ടിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുവാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുവാണ്. ആദർശ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം. എന്നാൽ തെളിവുകളെല്ലാം ആദർശിന് എതിരാണല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലെപ്പോഴും നീതിയും ന്യായവും നടപ്പിലാക്കുന്ന മുത്തശ്ശനെ തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാ തെളിവുകളും ആദർശിന് നേരെ പല്ലിളിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും മുത്തശ്ശൻ. അഭിയാണെങ്കിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർത്ത് മുറിയിൽ പോയിരുന്നിങ്ങനെ സന്തോഷിക്കുവാണ്. തുടർന്ന് എന്തോ ആലോചിച്ച് അഭി ഒരാളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുവാണ്. അത് DNA ടെസ്റ്റ് നടത്തിയ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫായിരിക്കും. അയാൾക്ക് അഭി ഒരുപാട് ക്യാഷ് കൊടുത്ത് തൻ്റെ പാട്ടിലാക്കി വെച്ചിരിക്കുവാണ്. നൈന സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഡോക്ടർ ഇങ്ങനെ കാവൽ നിൽക്കുമായിരിക്കും ആ അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ക്ലീൻ ചെയ്യാനെന്ന വ്യാജേന വരുന്ന അറ്റൻഡറാണ് കേട്ടോ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത്. ഇയാൾ വന്നിട്ട് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അഭിയുടെയും ആദർശിന്റെയും DNA സാമ്പിൾ മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാമ്പിളിന്റെ ആ ഒരു ടിന്നിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. ഇങ്ങനെയാണ് അഭിയുടെ സാമ്പിളിൽ ആദർശിന്റെ പേരായത്. ഇനി തന്നെയാണ് റിസൾട്ടിലും ആദർശിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം തെളിഞ്ഞത്. ഇയാൾ ആ കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തിരിച്ചു പോവുകയാണ്. ഇനി അഭി അവനോട് പറയുന്നുണ്ട്, എന്തായാലും നീ അങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നതിന് നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ ഇനിയും തരും, നീ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയും. എന്നാൽ അഭി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഫോണിലൂടെ ചിരിച്ച് സംസാരിക്കുന്നത് ആദർശും നയനയും കാണുന്നുണ്ട്. നയന പറയുവാണ്, കണ്ടില്ലേ ആദർശേട്ടാ, എന്റെ സംശയം ശരിയായിരുന്നു. നമ്മൾ സംശയിച്ചത് ശരിയാ. ചന്തുമോളുടെ അച്ഛൻ ഇവൻ തന്നെയാ. ഇവന് എല്ലാ സത്യങ്ങളും അറിയാം. അവന്റെ ചിരി കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതേ നയനെ, എനിക്കും നല്ല സംശയമുണ്ട്. തന്നെയായിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ. ശരിക്കും ഈ DNA ടെസ്റ്റിൽ അവൻ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചിട്ടുണ്ടാകും.
ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെയും സാമ്പിളുകൾ മാറ്റാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ ഒക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ അത് എങ്ങനെയാ ആദർശേട്ടാ, കിരണേട്ടനല്ലേ DNA ടെസ്റ്റ് നടത്താൻ സാമ്പിളും കൊണ്ടുപോയത്, ഇനി എങ്ങനെയാ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ അതാണ് നയനെ ഞാൻ പറഞ്ഞു വരുന്നത്. അഭി നല്ലതുപോലെ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്. ആദർശേട്ടൻ വിഷമിക്കാതിരിക്കെ, ആദർശേട്ടന്റെ ദേഹത്ത് വീണ് ഈ ചളി ഞാൻ തന്നെ കഴുകിക്കളയും, അത് അവനെ കൊണ്ട് തന്നെ ഞാൻ കഴുകിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. നയന പറയുവാണ്, ആദർശേട്ടാ എനിക്കൊരു ഐഡിയ തോന്നുന്നു, നമുക്കൊരു ഡ്രാമ കളിക്കാം, ആ ഡ്രാമയിൽ അവൻ തീർച്ചയായിട്ടും വീഴും. എന്ത് ഡ്രാമ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് നയന. അഭി റൂമിൽ നിന്നും പുറത്തു പോയ തക്കം നോക്കി അഭിയുടെ റൂമിൽ ഒരു ഹിഡൻ ക്യാമറ കൊണ്ടുവയ്ക്കുകയാണ് നയന. ആദർശിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തു പോയി വാങ്ങിപ്പിച്ചതായിരിക്കും. എന്നിട്ട് അത് അഭി കാണാത്ത രീതിയിൽ അഭിയുടെ റൂമിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നയന. അത് ആദർശിന്റെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആദർശും നയനയും താഴെ പോയിട്ട് ഒരു ഡ്രാമ കളിക്കുവാണ്. എന്നെ താഴേക്കിറങ്ങി ചെന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നെ വിശ്വാസമില്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. എന്നല്ല അങ്ങനെ ആദർശ് പറയുമ്പോൾ, അതേ മുത്തശ്ശ എൻ്റെ ഭർത്താവില്ലാത്ത ഈ വീട്ടിൽ ഞാനും നിൽക്കുന്നില്ലെന്ന് പറയുവാണ് നയനയും. കേട്ട് അങ്ങോട്ട് വരുന്ന ദേവയാനി ചോദിക്കുന്നുണ്ട്, മോൾ എന്തൊക്കെയായി പറയുന്നത്, ഇവന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി മോൾ ഈ വീട് വിട്ടു പോവുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അമ്മേ, എൻ്റെ ഭർത്താവിനെ ഇവിടെ ആർക്കും വിശ്വാസമില്ല, എന്തിനേറെ പറയുന്നു അമ്മയ്ക്ക് പോലും ആദർശേട്ടനെ വിശ്വാസമില്ല. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടനില്ലാത്ത ഈ വീട്ടിൽ ഞാനും നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എന്നാൽ മുത്തശ്ശൻ പറയുവാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ചന്തുമോളെയും കൂട്ടിയിട്ട് വേണം പോകാൻ, കുട്ടിയെയും കൂട്ടിയിട്ട് വേണം നിങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ, ഇവന്റെ മോളാണല്ലോ ചന്തുമോള്, അങ്ങനെയാണെങ്കിൽ ഇവൻ പോകുമ്പോൾ ചന്തുമോളെയും കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. നയന് പറയുവാണ്, മുത്തശ്ശ ഞങ്ങൾ പറഞ്ഞില്ലേ ആദർശേട്ടന്റെ കുഞ്ഞല്ല ചന്തുമോള്, അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ ചന്തുമോളെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും അഭി പറയുവാണ്, ഇത് എവിടുത്തെ ന്യായ, ചന്തുമോൾ ഇവന്റെ മോളാണെന്നുള്ള കാര്യത്തിൽ എല്ലാ തെളിവുകളും ഉണ്ടല്ലോ, DNA ടെസ്റ്റ് അതിലും വലിയ തെളിവൊന്നും ആർക്കും നൽകാൻ സാധിക്കില്ലല്ലോ. എന്നിട്ട് അതുപോലും മറികടന്ന് മുത്തശ്ശന്റെ തീരുമാനത്തെ പോലും മറികടന്ന് ഇവിടെ നിന്ന് പോകാനാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം എന്നെല്ലാം ചോദിക്കുവാണ് അഭി. ആ സമയം മുത്തശ്ശൻ ആദർശനോടായിട്ട് പറയുവാണ്, ആദർശേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, നീ എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ അകത്ത് കയറിപ്പോണം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, ശരി മുത്തശ്ശ അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്ത് കയറിക്കോളാം. എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം പറയുവാണ്, ഇപ്പോൾ എൻ്റെ ദേഹത്ത് വീണ ഈ ചളി അത് ഞാൻ വൈകാതെ തന്നെ കഴുകി കളഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ ആ ചളി വാരി എറിഞ്ഞത് ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പിന്നെ ഞാൻ വൈകാതെ തന്നെ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദർശും കൂടെ തന്നെ നയനയും അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. സമയം മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, എടാ മോനെ ആദർശേ എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത്, ഈ വീടിന്റെ മാതൃകയാകേണ്ടതല്ലേ നീ, എന്നിട്ടിപ്പോ നീ തന്നെ ഈ വീടിന്റെ താളം തെറ്റിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഋഷി കേറിയാൽ ഒറ്റ ദിവസം അതിനുള്ളിൽ ആരാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നയന. എന്തൊക്കെയാ മോളി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒരിക്കലും നിങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഞങ്ങൾ ഒരിക്കലും ഈ വീട് വിട്ടു പോകില്ല. അതിനു വേണ്ടിയല്ല ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ചെയ്തത്, ഇത് ഒരാളുടെ മനസ്സിളക്കാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാ. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു വരും മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത് നല്ലതാണെങ്കിൽ അത് നടക്കട്ടെ, പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ചന്തുമോള് അറിയണ്ട, ആ കുട്ടിയുടെ മനസ്സ് വേദനിക്കുമെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല മുത്തശ്ശ ചന്തുമോളെ ഞങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് നയനയും ആദർശും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അഭി പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് വൈകാതെ അഭി തിരികെ എത്തുന്നുണ്ട്. ആ സമയം അവരിങ്ങനെ ഓർക്കുകയാണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചാൽ മാത്രമേ അഭി അതേക്കുറിച്ച് സംസാരിക്കൂ, എങ്കിലേ അവൻ്റെ നീക്കങ്ങളൊക്കെ ക്യാമറയിൽ പതിയത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് ആദർശും നയനയും. ആ സമയം ജലജ അഭിയുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഇതെല്ലാം മുറിയിലിരുന്ന് ആദർശിന്റെ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുവാണ് ആദർശും നയനയും. ജലജ അഭിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആദർശിന്റെ ആപ്പീസ് കൂട്ടിയടാ, ഒരു ടെസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കലാശിച്ചു. ഈശ്വരൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണിത്, പന്തിപ്പോ നമ്മുടെ കോർട്ടിലാണ്, അത് നമ്മൾ പരമാവധി മുതലെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അമ്മ കാര്യം അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ, എടാ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിന്റെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ചവനല്ലേ ആദർശ്, എന്റെ MD സ്ഥാനം പോലും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുക. ഇന്ന് കണ്ടില്ലേ രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറായത്, ഇത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോ, അവരങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു അമ്മേ, അങ്ങനെയാണെങ്കിൽ അവരൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവർ ഇറങ്ങിപ്പോയാൽ തന്നെ നമ്മുടെ സ്വത്തിന്റെ പകുതി അവകാശം നമുക്ക് കിട്ടും അമ്മേ, എങ്ങനെയെങ്കിലും മുത്തശ്ശനെ സ്വാധീനിച്ച് പിടിച്ചെടുക്കാമായിരുന്നു, പക്ഷെ അത് സംഭവിക്കില്ല, അവരൊരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല.
ഉടുമ്പ് പറ്റിപ്പിടിക്കുന്നത് പോലെ അവർ ഇവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി. എന്നാൽ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിൽക്കുവാണ് ആദർശും നയനയും. സമയം ജലജ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ആ ചന്തുമോള് ആദർശിന്റെ മകളാണെന്ന് ഞാനും ഒരിക്കലും വിശ്വസിക്കുന്നില്ലടാ. കാരണം ആദർശിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റും സംഭവിക്കില്ല. ആദർശ് ഇന്ന് വരെ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അമ്മ എന്തായി പറഞ്ഞു വരുന്നത്? ചന്തുമോളുടെ അച്ഛൻ പിന്നെ ഞാനാണെന്നാണോ? അപ്പോൾ നീ ആയിരിക്കുമടാ. നിനക്കായിരുന്നല്ലോ വഴിവിട്ട ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നത്. ാണല്ലോ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നീയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാലും അതിൽ വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. എങ്കിലേ അമ്മ പറഞ്ഞത് ശരിയാ, ഞാൻ തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയുവാണ് കേട്ടോ അബി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? എന്തായാലും നിന്റെ ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇപ്പൊ ഒരുപാട് സന്തോഷമായി. കുറെ കാലമായി വീടിങ്ങനെ താളം തെറ്റി കിടക്കുവല്ലേ. പിന്നെ ഒരുപാട് പുച്ഛിച്ചിട്ടും പരിഹസിച്ചിട്ടുമുണ്ട് ഈ ആദർശ്. എന്റെ അമ്മയുണ്ടല്ലോ ആ ദേവയാനി, അവര് നിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എപ്പോഴും എന്നെ താഴ്ത്തിക്കെട്ടാറായിരുന്നു. മോന്റെ സ്വഭാവം കൊള്ളില്ലെന്നും എന്റെ മോൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇപ്പൊ അവരുടെ മോനാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു ചതി പറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോ ദേവയാനിയോട് തിരിച്ചു പറയാറാണ്. എന്തായാലും അപ്പോഴത്തെ ദേവയാനിയുടെ മുഖമൊന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖമാണെന്നൊക്കെ പറയുവാണ് ജലജ. ഇതുവരെ അനുഭവിച്ച വേദന എന്താണെന്ന് അവളും അറിയണം. എന്റെ മകനെയും എന്നെയും കുറിച്ച് അവൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതും കേട്ട് മറ്റുള്ളവരും രസിക്കുവല്ലായിരുന്നോ? ഞാനും കുറച്ച് രസിക്കട്ടെ. അവളുടെ മോനെ കൊണ്ട് അവൾ അനുഭവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജ. ഈ ഒരു സന്തോഷം എനിക്ക് കുറെ കാലം അനുഭവിക്കണം. അതിനു മുമ്പ് വീട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ നിന്റെ ഭാര്യ. കുഞ്ഞും ഈ വീട്ടിലേക്ക് തിരികെ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നങ്ങനെ പറയുമ്പോഴേക്കും അബി പറയുവാണ്, അമ്മേ അതിനെല്ലാം ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. അമ്മ കണ്ടോ, അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് കുഞ്ഞുമായിട്ട് കയറി വരില്ല. ഇങ്ങനെ അബി പറയുന്നത് കേൾക്കുമ്പോൾ ആദർശും നയനയും ഞെട്ടലോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. കാരണം അവൻ നവ്യക്കെതിരെയും എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ആകെ ഒരു അന്താളിപ്പായിരിക്കും അവർക്ക് രണ്ടുപേർക്കും. എന്താണ് അബിയുടെ മനസ്സിലുള്ള കാര്യമെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പൊ നവ്യയുടെ മനസ്സ് പൂർണ്ണമായും അങ്ങ് മാറ്റിയിരിക്കുവാണല്ലോ അബി. സമയത്ത് കുഞ്ഞിനും നവ്യക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ നയനയ്ക്കും ആദർശനും നല്ല പേടിയുണ്ട്. പിന്നെ ജലജയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അബിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ അബി ഭയങ്കര സന്തോഷവാനായിട്ട് ഹാപ്പിയോടെ ഇങ്ങനെ കട്ടിലിൽ കിടക്കുവാണ്. അങ്ങനെ ഒരു കോൾ അവന് വരുന്നുണ്ട്. വിളിച്ചയാൾ അബിയോട് പൈസ ചോദിക്കുവാണ്. അബി അവനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എടോ ഇയാൾക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? 10 ലക്ഷം രൂപ ഞാൻ തരികയും ചെയ്തു. എടാ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ DNA ടെസ്റ്റിൽ ആദർശിന്റെ പേര് മാറ്റിയപ്പോൾ സാമ്പിൾ നീ മാറ്റി വെച്ചപ്പോൾ നിനക്കൊരു 5 ലക്ഷം രൂപ കൂടി ഞാൻ തന്നിരുന്നു. എന്നിട്ടിപ്പോ നീ പിന്നെയും വിളിച്ച് എന്നോട് പൈസ ചോദിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അറേ സാർ എന്നെ ഭീഷണിപ്പെടുത്തുവൊന്നും വേണ്ട. ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത ആ കാര്യത്തിന്റെ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സാർ എനിക്ക് അയച്ച മെസ്സേജുകളും വിളിച്ച കോളുകളുമെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഭദ്രമായിട്ട് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് സാറിന് ഇതിൽ നിന്നും ഇനി ഊരി പോകാൻ പറ്റില്ല. ഞാൻ ക്യാഷ് ചോദിക്കുമ്പോൾ സാർ തന്നുകൊണ്ടേയിരിക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും എടാ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ലേ, ആ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങില്ല. അതിനി വേറെ ആളെ നോക്കിക്കൊള്ളണമെന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നു സാറേ, സാർ തന്നെ ഇതെല്ലാം സമ്മതിക്കും. സാർ തന്നെ ഞാൻ ചോദിച്ച ക്യാഷ് വീണ്ടും തരും. എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നയനയും ആദർശും ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതെല്ലാം അവർ തത്സമയം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, കണ്ടോ ആദർശേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ തന്നെയായിരിക്കും കള്ളനെന്ന്. അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, എടാ എന്റെ കാര്യം നിനക്കറിയാമല്ലോ. ഈ കാര്യത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല. എന്നെ കൂടുതൽ അങ്ങ് ഭീഷണിപ്പെടുത്തിയാൽ കൊന്നുകളയും ഞാൻ. അതിനുള്ള ആളുകളൊക്കെ എന്റെ പക്കലുണ്ട്. 5 ലക്ഷം കൊടുത്താൽ നിന്റെ കാര്യം അധോഗതിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും തിരികെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ മരിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ തെളിവുകളെല്ലാം ഞാൻ എൻ്റെ കുറെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരതെല്ലാം നിങ്ങളുടെ മുത്തശ്ശന് അയച്ചു കൊടുക്കും. നീ എന്നെ കൊല്ലാൻ പോകുകയാണെന്ന് ഒരു സൂചന കിട്ടിയാൽ ഞാൻ തന്നെ അത് നേരിട്ട് അയച്ചു കൊടുക്കും. കൊണ്ട് തൽക്കാലം ഇങ്ങോട്ട് ഭീഷണി ഇറക്കാതെ ഞാൻ പറഞ്ഞ് ക്യാഷ് അയക്കാൻ നോക്കെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ അയാള്. സമയം ഫോൺ കട്ടിലേക്ക് എറിയുവാണ് അബി. ഛേ നാശം പിടിച്ചവൻ, അവനിപ്പോ എനിക്കൊരു ഭാര്യയായിരിക്കുവാണല്ലോ. ഛേ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്തു പോയി. ഇപ്പൊ എപ്പോഴും ഇവൻ ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചെടുക്കുമല്ലോ. എന്തായാലും അവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അബി ഫോൺ എടുത്ത് കോൾ ചെയ്യുവാണ് കേട്ടോ. ഒരു ഗുണ്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. എനിക്ക് ഇന്ന ആളിനെ വകവരുത്തണമെന്നൊക്കെ പറയുമ്പോ പൈസ തന്ന് ആളെ കാണിച്ചു തന്നാൽ മതി, കാര്യം ഞങ്ങൾ ഏറ്റെന്നൊക്കെ പറയുവാണ് അവര്. അപ്പൊ അബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാള് ഇന്ന ഹോസ്പിറ്റലിലെ അറ്റൻഡറാണ്. അവൻ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ അവൻ അത് പറഞ്ഞ് എന്നോട് വില പേശിക്കൊണ്ടിരിക്കുവാണ്. അത് 10 ലക്ഷം ചോദിച്ചു, പിന്നീട് 5 ലക്ഷം, ഇപ്പൊ അങ്ങനെ കൂട്ടി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. കൊണ്ട് ഇനി അവൻ ക്യാഷ് ചോദിക്കാൻ പാടില്ല. ക്യാഷ് ചോദിക്കാൻ അവൻ ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് അവനെ തീർക്കണം. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ, രാത്രിക്ക് രാത്രി അവനെ തീർക്കണം. ആക്സിഡന്റ് ആണെന്നേ തോന്നാവൂ. അവൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയോടെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്.
കുറെ ദൂരമുണ്ട് അവന്റെ വീട്ടിലേക്ക്. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആരുമില്ലാത്ത തക്കം നോക്കി അവനെ തട്ടിയാൽ മതി. അങ്ങനെ അഭി പറഞ്ഞു കൊടുത്തത് പ്രകാരം ഓക്കെ ശരിയെന്നും പറഞ്ഞ് കാര്യങ്ങൾ ഏൽക്കുവാണ് ഗുണ്ടകള്. അങ്ങനെ അപ്പോൾ തന്നെ അഭി അഡ്വാൻസ് ഒക്കെ അയച്ചു കൊടുത്ത് എല്ലാം പെർഫെക്റ്റ് ആക്കുവാണ്. ഈ ഒരു സംഭവങ്ങളെല്ലാം ആദർശും നയനയും റൂമിലിരുന്ന് ലാപ്ടോപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് അഭി റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും ആകെ നടുങ്ങി നിൽക്കുവാണ് അവര് രണ്ടുപേരും. കാരണം ഇതുപോലൊരു കുരുക്കിൽ ആദർശിനെ പെടുത്തിയല്ലോ എന്നാലോചിച്ചിട്ട് ഇതിനെ സഹായിച്ചവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഗുണ്ടകളെ വിളിച്ചു വരുത്തി വകവരുത്താൻ നോക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് ഇതൊരു ദുഷിച്ച മനസ്സാണ് ഇവന്റെ എന്നൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത പേടിയാകുന്നുണ്ട്. അതിനെ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇതൊക്കെ? ഒരാളെ കൊല്ലുന്ന കാര്യം അവൻ എത്ര സിമ്പിൾ ആയിട്ടാ പറയുന്നതെന്ന് നോക്കിയേ. കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയല്ലേ ഒരു മനുഷ്യനെ കൊല്ലുന്ന കാര്യം അവനിപ്പോ പറഞ്ഞേൽപ്പിച്ചത്. ക്ഷേമനയനെ പണ്ട് തൊട്ടേ അവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അവൻ ഒരാളെ കൊല്ലാൻ മാത്രം വളർന്നുവെന്ന് ഞാൻ ഓർത്തില്ല നയനെ. പറഞ്ഞതുപോലെ എന്ത് ലാഘവത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. ആയാലും ഇത് ഞാൻ മുത്തശ്ശിന് മുമ്പിൽ പ്ലേ ചെയ്ത് കാണിക്കാൻ പോവാ. എല്ലാവരും വരട്ടെ, എന്റേതായിട്ടുള്ള സമയമാകട്ടെ, എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും നയന് പറയുന്നുണ്ട്, ചേട്ടാ ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായെന്നുള്ള കാര്യം ശരിയാ. പക്ഷെ അതിൽ എന്റെ നവ്യേച്ചി അറിയുമ്പോഴുള്ള അവസ്ഥ ആദർശേട്ടനെന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ പറഞ്ഞു വരുന്നത് നയനെ? എന്റെ നിരപരാധിത്യം ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കേണ്ട എന്നാണോ? അതല്ല ഞാൻ പറഞ്ഞത്. തെളിയിക്കണം ആദർശേട്ടാ, അത് തെളിയിച്ചേ പറ്റൂ. പക്ഷെ ആദർശേട്ടന് എനിക്ക് കുറച്ച് ദിവസത്തെ സമയം കൂടി തരണം. എന്റെ സ്വന്തം ഭർത്താവാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്നറിയുമ്പോൾ എന്തായിരിക്കും തന്റെ ചേച്ചിയുടെ അവസ്ഥ? അപ്പൊ ആദർശ് പറയുവാണ്, സാരമില്ല, ഇത്രയും കാലം ഞാൻ ഈ അപമാനം സഹിച്ചല്ലോ. ഇനി നീ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കൂടിയല്ലേ, അത് ഞാൻ സഹിച്ചോളാം. ഇങ്ങോട്ട് തിരികെ വരുന്നത് വരെ മാത്രം. അതിനുശേഷം ഞാൻ ഈ വീഡിയോ എല്ലാവരെയും കാണിക്കും. ഇനി ആദർശേട്ടാ വെച്ച് ഇവിടെ തിരികെ എത്തിയതിനു ശേഷം ആദർശേട്ടൻ ഈ വീഡിയോ എല്ലാവരെയും കാണിച്ചോ? കാണിക്കണം. അഭി പടുത്തുയർത്തിയ ചീട്ട് കൊട്ടാരം നമുക്ക് ഒന്നാകെ വലിച്ചു കീറണം. ഈ സംഭവം ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുവാണ് നയന. അവരറിഞ്ഞ ആ ഒരു രഹസ്യം മറ്റാരെയും അറിയിക്കാതെ രഹസ്യമാക്കി തന്നെ വെക്കുവാണ് കേട്ടോ. തുടർന്ന് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ആ അറ്റൻഡറെ രക്ഷിക്കണം, അയാളെ കണ്ട് കാര്യം പറയണമെന്നൊക്കെ പറയുമ്പോ എന്തിനാ നയനെ? അവനല്ലേ നമ്മളോട് ഇത്രയും വലിയൊരു ചതി ചെയ്തത്, അവനും അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറയരുത് ആദർശേട്ടാ. തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയായിരിക്കും, അതിന് വേണ്ട ശിക്ഷയും കൊടുക്കണം. പക്ഷെ അവന്റെ ജീവൻ പോയാൽ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാകും. ആ കുടുംബത്തിലുള്ളവർക്ക് അറിയില്ലല്ലോ അവൻ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അവൻ എന്തെങ്കിലും പറ്റിയാൽ ആ കുടുംബം പട്ടിണിയാകും. അതുകൊണ്ട് അത് പാടില്ല ആദർശേട്ടാ, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പറയുവാണ് കേട്ടോ. അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളും കാണും ആ വീട്ടില്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മൾ കാരണം അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും കൂടി പറയുന്നുണ്ട് നയന. നയന പറഞ്ഞത് പ്രകാരം ആദർശ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആ അറ്റൻഡറെ കാണുന്നുണ്ട്. എന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, അതുപോലെ തന്നെ അഭിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു ഒക്കെ അങ്ങനെ പറയുമ്പോ അയാള് അയ്യോ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ സത്യമാണ്, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇത് അറിയിക്കാതിരിക്കാമായിരുന്നു. അതുപോലൊരു ചതിയല്ലേ നീ എന്നോട് ചെയ്തത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. സത്യങ്ങളെല്ലാം എന്റെ മുത്തശ്ശനോട് തുറന്നു പറയണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി. എതിരെയുള്ള തെളിവുകളെല്ലാം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം സൂക്ഷിച്ചു വെച്ചോ. എന്നെ സഹായിച്ചാൽ അവൻ തന്നതിന്റെ 2 ഇരട്ടി പണം ഞാൻ നിനക്ക് തരും. സർ ഞാൻ സമ്മതിച്ചു. പൈസക്ക് വേണ്ടിയിട്ടല്ല സർ, അവൻ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന് സർ പറഞ്ഞല്ലോ. എങ്കിൽ പിന്നെ അവനെ പെടുത്തിയിട്ടേ ഉള്ളൂ കാര്യം. ഇങ്ങനെ അവരിൽ നിന്നും രക്ഷപ്പെടും സാറേ എന്നൊക്കെ ചോദിക്കുമ്പോ ആദർശ് പറയുവാണ്, താൻ എന്നും പോകുന്ന വഴിക്ക് തന്നെ പോയിക്കോ, തന്നെ രക്ഷിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുവാണ് ആദർശ്. അങ്ങനെ പോലീസിൽ വിളിച്ചിട്ട് ഇതുപോലൊരു ഗുണ്ട ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നും സ്ഥലത്ത് ഇന്ന സമയത്താണെന്നൊക്കെ ആദർശ് വിളിച്ച് അറിയിക്കുന്നുണ്ട്. പോലീസുകാര് അവിടെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. സമയത്ത് തന്നെ ആയിരിക്കും ഇയാൾ അങ്ങോട്ട് വരുന്നതും തക്കം പാർത്തിരുന്ന ഗുണ്ടകൾ ഇയാളെ ആക്രമിക്കാനായിട്ട് വരുന്നതും. കറക്റ്റ് സമയത്ത് തന്നെ പോലീസുകാർ അവിടെ എത്തി അയാളെ രക്ഷപ്പെടുത്തി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഗുണ്ടകളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ശേഷം ആ അറ്റൻഡർ അഭിയെ വിളിക്കുന്നുണ്ട്, നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ, എന്നാലേ നിന്റെ ആ മോഹമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീയാണ് ഇപ്പോൾ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ഉള്ള ശിക്ഷ ഞാൻ നിനക്ക് നൽകുന്നുണ്ട്. പിന്നെ നീ എന്നെ കൊല്ലാൻ ഇനി ആളെ അയക്കണ്ട. ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഞാനേ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ദിവസത്തേക്ക് പോലീസുകാർ എന്റെ കൂടെ തന്നെ കാണുമെന്ന് പറയുവാണ് അറ്റൻഡർ. അഭിയാണെങ്കിൽ തന്റെ പ്ലാൻ പരാജയപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം അഭിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുമായിരിക്കും ആദർശും നയനയും. എന്തായാലും അവര് സത്യങ്ങളെല്ലാം അറിഞ്ഞു. തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട്. നവ്യയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുവാണ് അവര്. ശേഖരിച്ച തെളിവുകളെല്ലാം മുത്തശ്ശനെയും മുത്തശ്ശിയെയും അങ്ങനെ സകലരെയും കാണിക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അവര്.
അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദർശും നയനയും കൂടി മുത്തശ്ശനെ അറിയിക്കുകയും ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്ത അഭിയ അനന്തപുരി തറവാട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നതൊക്കെ ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.